മനു ബക്കർ ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നുള്ള റെക്കോർഡിലേക്ക് ആ പേര് ചേർക്കപ്പെട്ടിരിക്കുന്നു, ആ പേര് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ വനിത എന്ന് പറയുമ്പോൾ ഇതിനു മുൻപ് നിരവധിയല്ല 4 താരങ്ങൾ ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുണ്ട്. അതായത് മനു ബക്കറിന് മുൻപ് ആരൊക്കെ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. അത് തുടങ്ങുന്നത് 2004 2004 ഏതൻസിൽ നടന്ന ഒളിമ്പിക്സിൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ഷൂട്ടറായി മാറിയത്. അത് ഡബിൾ ട്രാപ്പ് ഷൂട്ടിങ്ങിലായിരുന്നു, പുരുഷന്മാരുടെ ഡബിൾ ട്രാപ്പ് ഷൂട്ടിങ്ങിലായിരുന്നു രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് അന്ന് വെള്ളി മെഡൽ നേടിയത്. ഡബിൾ ട്രാപ്പ് ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന ഒരു ക്ലോസ്ഡ് ഏരിയയിലായിരിക്കില്ല, അത് പുറത്ത് നിന്നാണ്, ഓപ്പൺ എയറിലാണ് ഈ മത്സരം നടക്കുന്നത്. ക്ലേഡ് ഡിസ്ക് എന്ന് പറയുന്ന ഒരു ലക്ഷ്യമുണ്ടാകും, ഈ ഷൂട്ടറുടെ മുന്നിൽ അത്തരത്തിലൊരു ലക്ഷ്യമുണ്ടാകും. അത് ഒരേ സമയം 2 ലക്ഷ്യങ്ങൾ മുന്നിലേക്ക് ഉയർന്നു വരും, അത് രണ്ടും വെടിവെച്ചിടുക എന്നുള്ളതാണ് ഡബിൾ ട്രാപ്പ് ഷൂട്ടിങ്ങിൻ്റെ ഒരു ലക്ഷ്യം. അന്ന് ആ ഫൈനലിൽ 179 പോയിന്റ് നേടിക്കൊണ്ടാണ് ഇന്ത്യയുടെ അഭിമാനമായി മാറിയത് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ഏതൻസിൽ 2024. അടുത്ത മെഡൽ വരുന്നത് റാത്തോഡിന് ശേഷം മെഡൽ വരുന്നത് അടുത്ത ഒളിമ്പിക്സിലാണ്. 2008 ഏഷ്യയിലേക്ക് വന്ന ആ ഒളിമ്പിക്സിൽ ചൈനയിലെ ബെയ്ജിങ്ങിൽ നടന്ന ഒളിമ്പിക്സിൽ ആദ്യമായി ഒരു ഇന്ത്യൻ താരം വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടി. അത് വന്നത് ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്നാണ്. നമ്മുടെ അഭിനവ് ബിന്ദ്ര 10 മീറ്റർ എയർ റൈഫിളിലാണ് അന്ന് അഭിനവ് ബിന്ദ്ര സ്വർണ്ണ മെഡൽ നേടിയത്. 700.5 പോയിന്റ് നേടിക്കൊണ്ടാണ് ബെയ്ജിങ്ങിൽ അഭിനവ് ബിന്ദ്ര സ്വർണം നേടിയത്. അങ്ങനെ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി മാറുകയും ചെയ്തു അഭിനവ് ബിന്ദ്രയ്ക്ക് ശേഷം പിന്നീട് 2012 ഒളിമ്പിക്സിലേക്ക് വരുമ്പോൾ 2 താരങ്ങൾക്ക് ഷൂട്ടിങ്ങിൽ മെഡൽ ലഭിച്ചിരുന്നു. അതിലാദ്യം പറയേണ്ടത് വിജയ് കുമാറാണ്. വിജയ് കുമാർ 25 മീറ്റർ റാപ്പിഡ് ഫയർ പിസ്റ്റൾ ഇവൻറ്റിലാണ് അന്ന് വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. ലണ്ടനിൽ അന്ന് പോയിന്റ് നേടിയത് വിജയകുമാറിൻ്റെ ഫൈനലിൽ 30 പോയിന്റ് നേടിക്കൊണ്ടാണ് വിജയകുമാർ അന്ന് വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. അതേ ഒളിമ്പിക്സിൽ ഗഗൻ നരംഗ് കൂടി ഇന്ത്യക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ മെഡൽ നേടി. വെങ്കല മെഡലാണ് ഗഗൻ നരംഗ് അന്ന് നേടിയത്. ഗഗൻ നരംഗ് വെങ്കല മെഡൽ നേടിയത് 10 മീറ്റർ എയർ റൈഫിളാണ്. അതായത് തൊട്ട് മുൻപേ നടന്ന ബെയ്ജിങ്ങിൽ നടന്ന ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ റൈഫിളിൽ 1 പോയിന്റ് വ്യത്യാസത്തിൽ ഫൈനൽ യോഗ്യത നഷ്ടപ്പെട്ട ഗഗൻ നരംഗ് അന്ന് അഭിനവ് ബിന്ദ്ര സ്വർണം നേടി ഇന്ത്യയുടെ അഭിമാനമായി മാറി. പക്ഷെ അന്ന് വലിയ നിരാശ ഗഗൻ നരംഗിനുണ്ടായി. ആ നിരാശ തീർത്തത് ലണ്ടൻ ഒളിമ്പിക്സിലായിരുന്നു. ലണ്ടൻ ഒളിമ്പിക്സിൽ ഗഗൻ നരംഗ് 701.1 പോയിന്റ് നേടിക്കൊണ്ടാണ് വെങ്കല മെഡലിന് അന്ന് അവകാശി ആയത്. അതിനുശേഷം പിന്നീട് മെഡൽ വരൾച്ചയായിരുന്നു. ഈ 4 താരങ്ങൾ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്, അഭിനവ് ബിന്ദ്ര, വിജയ് കുമാർ, ഗഗൻ നരംഗ്, ഈ 4 താരങ്ങൾ മെഡൽ നേടിയതിനു ശേഷം 12 വർഷമായി ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് ഇന്ത്യക്ക് മെഡലുകൾ ഉണ്ടായിരുന്നില്ല. ലോകവേദികളിലൊക്കെ ഇന്ത്യ തിളങ്ങി നിൽക്കുമ്പോൾ, ലോകകപ്പിലൊക്കെ തിളങ്ങി നിൽക്കുമ്പോൾ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എടുത്തു പറയാൻ നേട്ടങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനാണ് ഇന്ന് മനു ബക്കർ അറുതി വരുത്തിയത്. അപ്പോൾ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യത്തെ വനിത എന്ന് പറഞ്ഞല്ലോ. ഇതിനു മുൻപ് എത്ര വനിതകൾ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു കണക്ക് കൂടി നമുക്ക് നോക്കാം. അതിന് 24 വർഷം പിന്നോട്ട് നടക്കണം. 24 വർഷം മുൻപതായി കാണുന്ന കർണം മല്ലേശ്വരിയിൽ നിന്ന് തുടങ്ങുന്നതാണ്. 2000 സിഡ്നിയിൽ നടന്ന ഒളിമ്പിക്സിൽ കർണം മല്ലേശ്വരി ഭാരോദ്വഹനത്തിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുന്നു. വെങ്കല മെഡലാണ് അന്ന് നേടിയത്. പിന്നീട് 2004 2008 വനിതകൾക്കൊന്നും മെഡൽ നേടാൻ കഴിഞ്ഞില്ല. കർണം മല്ലേശ്വരിയാണ് ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നുള്ള റെക്കോർഡ് ഇപ്പോഴും അലങ്കരിക്കുന്നത് കർണം മല്ലേശ്വരി തന്നെയാണ്. അതിനി മാറില്ലല്ലോ. എന്തായാലും ആദ്യത്തെ വനിതയാണല്ലോ, അതുകൊണ്ട് അതിനി എന്തായാലും മാറില്ല. പിന്നീട് 2012 2 താരങ്ങളാണ് മെഡൽ നേടിയത്. ഒന്ന് ബാഡ്മിൻ്റണിൽ സൈന നെഹ്വാൾ അന്ന് വെങ്കലം നേടി. പിന്നീട് ഇന്ത്യയുടെ ബോക്സിംഗ് ഇതിഹാസമായിട്ടുള്ള മേരി കോമും അന്ന് വെങ്കലം നേടുന്നത് കണ്ടു. അടുത്ത ഒളിമ്പിക്സ് 2016 റിയോ ഒളിമ്പിക്സിലും 2 വനിതകൾ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടി. അതിലൊന്ന് PV സിന്ധു ആയിരുന്നു. PV സിന്ധു ഫൈനലിൽ സ്പെയിനിൻ്റെ കാരോലിന മരിനോട് പരാജയപ്പെട്ട് വെള്ളിയിൽ ഒതുങ്ങേണ്ടി വന്നു. അല്ലെങ്കിൽ സ്വർണ്ണ മെഡൽ തന്നെ സിന്ധുവിൻ്റെ കഴുത്തിൽ കിടക്കുമായിരുന്നു. PV സിന്ധുക്ക് ഒപ്പം തന്നെ സാക്ഷി മല്ലിക് ഗുസ്തിയിൽ അത്തവണ വെങ്കല മെഡലും കൂടി നേടുകയുണ്ടായി. PV സിന്ധുവിന് മെഡൽ നേട്ടം അതിൽ ഒതുങ്ങുന്നില്ല. പിന്നീട് നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ ബാഡ്മിൻ്റണിൽ PV സിന്ധു വെങ്കല മെഡൽ കൂടി നേടുകയുണ്ടായി. അങ്ങനെ തൊട്ടടുത്ത 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന 2 ഒളിമ്പിക് മെഡലുകളുള്ള ഏക ഇന്ത്യൻ വനിതയായി PV സിന്ധു മാറുകയും ചെയ്തു. കഴിഞ്ഞ ഒളിമ്പിക്സിൽ തന്നെയാണ് ഭാരോദ്വഹനത്തിൽ നിന്ന് 2000 കർണം മല്ലേശ്വരിക്ക് ശേഷം മറ്റൊരു ഇന്ത്യൻ വനിത ഭാരോദ്വഹനത്തിൽ മെഡൽ നേടുന്നത് മീരാഭായ് ചാനു ആയിരുന്നു ഭാരോദ്വഹനത്തിലൂടെ. അതുപോലെ തന്നെ ലവ്ലിന ബോർഗോഹെയ്ൻ മേരി കോമിന് ശേഷം ബോക്സിങ്ങിൽ മെഡൽ നേടുന്ന ഇന്ത്യൻ വനിതയായി മാറുന്നതും കണ്ടു കഴിഞ്ഞ ഒളിമ്പിക്സിൽ, ടോക്കിയോ ഒളിമ്പിക്സിൽ. അതാണ് അപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ മനു ബക്കർ കൂടി എത്തുന്നത്.